MG ശ്രീകുമാറിലെ അതുല്യനായ ഗായകനെ മാത്രമല്ല, അദ്ദേഹം അവതാരകനായി വരുമ്പോഴുള്ള ശൈലിയും ഇതുവരെയുള്ള സംഗീത യാത്രക്കിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കഥ പറച്ചിലിൻ്റെ കാര്യത്തിൽ മുകേഷിനെയും ഇന്നസെൻറ്റിനെയും ജയറാമിനെയും പോലെ കേൾവിക്കാരനെ പിടിച്ചിരുത്തുവാനുള്ള കഴിവ് MG ശ്രീകുമാറിനുണ്ട്. MG ശ്രീകുമാർ മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരു വട്ടമെങ്കിലും ശ്രവിക്കാതെ ഒരു മലയാളിയുടെ ദിവസവും കടന്നു പോകുന്നില്ല. സ്വന്തമായി യൂട്യൂബ് ചാനൽ MG ശ്രീകുമാറിനുണ്ട്. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ ഇത്രയും കാലത്തെ സംഗീത യാത്രയിലുണ്ടായ അനുഭവങ്ങളാണ് പ്രിയ ഗായകൻ പങ്കുവയ്ക്കുന്നത്. എല്ലാ ഞായറാഴ്ചയുമാണ് വീഡിയോ MG ശ്രീകുമാർ യൂട്യൂബ് ചാനലിൽ പങ്കിടാറുള്ളത്. MGയുടെ അനുഭവ കഥകൾ ആസ്വദിക്കുവാൻ നിരവധി പ്രേക്ഷകരുമുണ്ട്. ചിലരൊക്കെ ഓരോ സിനിമകളുടെയും സംഗീത സംവിധായകരുടെ പേരുകൾ അടക്കം പറഞ്ഞ് അവർക്കൊപ്പമുള്ള അനുഭവം പങ്കുവയ്ക്കുവാൻ ഗായകനോട് ആവശ്യപ്പെടാറുമുണ്ട്. ഏറ്റവും അവസാനം നടി മോനിഷയ്ക്കൊപ്പമുള്ള അനുഭവങ്ങളാണ് MG ശ്രീകുമാർ പങ്കുവെച്ചതെങ്കിൽ, പുതിയ വീഡിയോയിൽ ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണനെ കുറിച്ചും അദ്വൈതം സിനിമയെക്കുറിച്ചും തനിക്ക് 10000 എന്ന പേര് വന്നത് എങ്ങനെയാണെന്നുമാണ് MG ശ്രീകുമാർ സംസാരിച്ചത്. അദ്വൈതത്തിലെ ഹിറ്റായ ഒട്ടുമിക്ക ഗാനങ്ങളും MG ശ്രീകുമാറാണ് ആലപിച്ചത്. ചിത്രയും ഞാനും പാടുമ്പോൾ എന്നും ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഒരു ആരോഗ്യകരമായ സംഗീത മത്സരമാണ് നടക്കുക. ഈ ഫീമെയിലും മെയിലും ഡിവിഷൻ വരുമ്പോൾ അനുപല്ലവിയിൽ മെയിലാണ് തുടങ്ങുന്നതേ എങ്കിൽ ചരണത്തിലെത്തുമ്പോൾ അത് ഫീമെയിലാകും തുടങ്ങുക. ചരണത്തിൽ ആദ്യ ലൈനിൽ ഒരു സംഗതി ഇട്ടാൽ എനിക്ക് പിന്നെ ഇടം കിട്ടില്ല ഇടാൻ. എനിക്ക് പല്ലവി പാടി നിർത്തേണ്ടി വരും. ചിത്രയ്ക്ക് ഇല്ലാത്ത പോർഷൻ ഇല്ലാത്തത് നോക്കി വേണം അടുത്ത സംഗതി പാടാൻ. പക്ഷേ ചേട്ടനാണ് സംഗീത സംവിധായകനെങ്കിൽ സമ്മതിക്കില്ല. സംഗതിയൊക്കെ ഇത് കഴിഞ്ഞ് വെളിയിൽ പോയി പാടാൻ പറയും. ജോൺസേട്ടനുമൊക്കെ അങ്ങനെയാണ്. ഒരു പാട്ടിൻ്റെ വരി കിട്ടുമ്പോൾ തന്നെ ഒരു പാട്ടുകാരന് അതിൻ്റെ സംതൃപ്തി ലഭിക്കും. സത്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഒരുപാട് ഗാനങ്ങൾ പാടാൻ ദൈവം അനുഗ്രഹം തന്നു എന്നതാണ്. ഒരുപാട് ഗാനങ്ങളുടെ ഭാഗമായി മാറി. തിക്കുറിശി ചേട്ടൻ്റെ കൂടെ ഇരുന്നാൽ കഥകളുടെ ഭാണ്ഡം തന്നെ തുറക്കപ്പെടും. പ്രിയന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ചെന്നാൽ പിന്നെ ഒരു ബഹളമാണ്. മോഹൻലാൽ ഉണ്ടെങ്കിൽ പറയുകയേ വേണ്ട. ജയറാം ഉണ്ടെങ്കിൽ പിന്നെ 10000 എടുക്കട്ടെ എന്ന ചോദ്യമാകും. ജയറാമാണ് അതിൻ്റെ സൃഷ്ടാവ്. സരിഗമപ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ വാക്കാണ് പിന്നീട് ഏതോ കോമഡിയിൽ ജയറാം ഈ 10000 എടുത്ത് വീശുന്നത്. ബാക്കി എല്ലാവരും അതിലൂടെയാണ് എന്നെ 10000 മാറ്റിയത്. എന്തായാലും ജയറാമാണ് അതിന് പബ്ലിസിറ്റി കൊടുത്തത്. നന്ദി ഇപ്പോൾ അറിയിക്കുന്നു. പ്രിയന്റെ ഏത് പടമുണ്ടെങ്കിലും കമ്പോസിങ്ങിൽ ഞാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമാണ് അദ്ദേഹത്തിന്. അതൊരു കൂട്ടായ്മയാണ്. ഞാൻ ചിലപ്പോൾ റൂട്ട് മാറിപ്പോയാൽ ഉടനെ ആളുകൾ തിരുത്തും. ഒരുപാട് ഓർമ്മകളാണ് ഓരോ ഗാനങ്ങളും. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന ഗാനം ലോകത്തിന്റെ എവിടെ പോയാലും ആളുകൾ ഇന്നും ചോദിക്കും. പ്രിയദർശൻ ഒരിക്കൽ ലാലിന് വേണ്ടി ഒരു ആൽബം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഞാനാണ് സംഗീത സംവിധാനം ചെയ്തത്. അദ്വൈതം നോക്കിയാൽ ഒരുപാട് റൂട്ടുകളുണ്ട്. എൻ്റെ ഏട്ടൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു അദ്വൈതം. പക്ഷേ ഏട്ടന് കിട്ടേണ്ട അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാകൂ എന്നും MG ശ്രീകുമാർ പറയുന്നു.